യഹോവേ, നിന്റെ ന്യായപ്രമാണത്തിൽ നിന്ന് അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയകണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. ഉൽപ്പത്തി 24 അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. തൻ്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത്, നിന്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വയ്ക്കുക. ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യയെ എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ ഇസ്ഹാക്കിന് ഭാര്യയെ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും. ദാസൻ അവനോട്, പക്ഷേ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കി കൊണ്ടുപോകണമോ എന്ന് ചോദിച്ചു. അബ്രഹാം അവനോട് പറഞ്ഞത്, എൻ്റെ മകനെ അവിടേക്ക് മടക്കി കൊണ്ടുപോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായ സ്വർഗത്തിൻ്റെ ദൈവമായ യഹോവ എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയക്കും. എന്നാൽ സ്ത്രീക്ക് നിന്നോട് കൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ നീ ഈ സത്യത്തിൽ നൊഴിഞ്ഞിരിക്കും. എൻ്റെ മകനെ അവിടേക്ക് മടക്കി കൊണ്ടുപോക മാത്രം അരുത്. അപ്പോൾ ദാസൻ തൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ തുടയിൻ കീഴിൽ കൈവച്ചു. അങ്ങനെ അവനോട് സത്യം ചെയ്തു. അനന്തരം ആ ദാസൻ തൻ്റെ യജമാനൻ്റെ ഒട്ടകങ്ങളിൽ 10 ഒട്ടകങ്ങളെയും യജമാനുള്ള വിവിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ടു. മെസൊപ്പൊത്താമ്യയിൽ നാഹോരിൻ്റെ പട്ടണത്തിൽ ചെന്നു. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്തൊരു കിണറ്റിനരികെ നിർത്തി പറഞ്ഞ് എന്തെന്നാൽ, എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ. ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു. ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു. നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരണമെന്ന് ഞാൻ പറയുമ്പോൾ കുടിക്കാൻ നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ ഇസ്ഹാക്കിന് നിയമിച്ചവളായിരിക്കട്ടെ. നീ എൻ്റെ യജമാനോട് കൃപ ചെയ്ത് എന്ന് ഞാൻ അതിനാൽ ഗ്രഹിക്കും. അവൻ പറഞ്ഞു തീരും മുമ്പേ അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോറിൻ്റെ ഭാര്യ മിൽക്കയുടെ മകൻ ബെഥുവേലിൻ്റെ മകൾ റിബേക്ക തോളിൽ പാത്രവുമായി വന്നു. ബാലാതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. അവൾ കിണറ്റിലിറങ്ങി പാത്രം നിറച്ചു കയറിയെന്നു. ദാസൻ വേഗത്തിൽ അവളെ എതിരേറ്റു ചെന്നു. നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരണമെന്ന് പറഞ്ഞു. യജമാനെ കുടിക്കാ എന്ന് അവൾ പറഞ്ഞു. വേഗം പാത്രം കയ്യിലിറക്കി അവന് കുടിപ്പാൻ കൊടുത്തു. അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം നിന്റെ ഒട്ടകങ്ങൾക്ക് വേണ്ടുവോളം ഞാൻ കോരിക്കൊടുക്കാമെന്ന് പറഞ്ഞു. പാത്രത്തിലെ വെള്ളം തൊട്ടിയിൽ ഒഴിച്ചു. പിന്നെയും കോരിക്കൊണ്ടുവരുവാൻ കിണറ്റിലേക്ക് ഓടിയിറങ്ങി. അവൻ്റെ ഒട്ടകങ്ങൾക്കെല്ലാം കോരിക്കൊടുത്തു. ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി. യഹോവ തൻ്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്നറിയേണ്ടതിന് മിണ്ടാതിരുന്നു. ഒട്ടകങ്ങൾ കുടിച്ചു തീർന്നപ്പോൾ അവൻ 1/2 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻമുക്കുത്തിയും അവളുടെ കൈക്കിടുവാൻ 10 ശേക്കൽ തൂക്കമുള്ള 2 വളയും പൊൻവളയും എടുത്ത് അവളോട്, നീ ആരുടെ മകൾ പറക? നിന്റെ അപ്പൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് രാപാർപ്പാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. അവൾ അവനോട്, നാഹോരിന് മിൽക്ക പ്രസവിച്ച മകനായ ബെഥുവേലിൻ്റെ മകളാകുന്നു ഞാൻ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ അവിടെ വൈക്കോലും തീനും വേണ്ടുവോളമുണ്ട്, രാപാർപ്പാൻ സ്ഥലവുമുണ്ട് എന്നവൾ പറഞ്ഞു. അപ്പോൾ ആ പുരുഷൻ കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു. എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ തൻ്റെ യജമാനോടുള്ള വിശ്വസ്തയും ഉപേക്ഷിച്ചിട്ടില്ല. ഈ യാത്രയിൽ യഹോവ എന്നെ എൻ്റെ യജമാനൻ്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടുവന്നുവല്ലോ എന്ന് പറഞ്ഞു. ബാല ഓടിച്ചെന്ന് അമ്മയുടെ വീട്ടുകാരെ വിവരവസ്തുത അറിയിച്ചു. റിബേക്കയ്ക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അവന് ലാബാൻ എന്നു പേർ. ലാബാൻ പുറത്ത് കിണറ്റിങ്കൽ ആ പുരുഷൻ്റെ അടുക്കൽ ഓടിച്ചെന്നു. അവൻ മൂക്കുത്തിയും സഹോദരിയുടെ കൈമേൽ വളയുകയും കാണുകയും ആ പുരുഷൻ ഇന്ന പ്രകാരം എന്നോട് പറഞ്ഞു എന്ന് തൻ്റെ സഹോദരിയായ റിബേക്കയുടെ വാക്ക് കേൾക്കുകയും ചെയ്തപ്പോൾ ആ പുരുഷൻ്റെ അടുക്കൽ ചെന്നു. അവൻ കിണറ്റിങ്കൽ ഒട്ടകങ്ങളുടെ അരികെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൻ, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അകത്ത് വരിക. എന്തിനു പുറത്തു നിൽക്കുന്നു? വീടും ഒട്ടകങ്ങൾക്ക് സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുരുഷൻ വീട്ടിൽ ചെന്നു. അവൻ ഒട്ടകങ്ങളെ കോപ്പഴിച്ചു. ഒട്ടകങ്ങൾക്ക് വൈക്കോലും തീനും അവനും കൂടെയുള്ളവർക്കും കാലുകളെ കഴുകുവാൻ വെള്ളവും കൊടുത്തു. അവൻ്റെ മുമ്പിൽ ഭക്ഷണം വെച്ചു. ഞാൻ വന്ന കാര്യം അറിയിക്കും മുമ്പേ ഭക്ഷണം കഴിക്കുകയില്ല എന്നവൻ പറഞ്ഞു. പറക എന്ന് അവനും പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ അബ്രഹാമിൻ്റെ ദാസൻ. യഹോവ എൻ്റെ യജമാനെ ഏറ്റവും അനുഗ്രഹിച്ചു.
അവൻ മഹാനായി തീർന്നു. അവന് ആട്, മാട്, പൊന്ന്, വെള്ളി, ദാസന്മാർ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു. എൻ്റെ യജമാനൻ്റെ ഭാര്യയായ സാറ വൃദ്ധയായ ശേഷം എൻ്റെ യജമാനൻ ഒരു മകനെ പ്രസവിച്ചു. അവൻ തനിക്കുള്ളതൊക്കെയും അവന് കൊടുത്തിരിക്കുന്നു. ഞാൻ പാർക്കുന്ന കനാൻ ദേശത്തിലെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യ എടുക്കാതെ എൻ്റെ പിതൃഭവനത്തിലും വംശക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകന് ഭാര്യ എടുക്കണമെന്ന് പറഞ്ഞു. യജമാനൻ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ഞാൻ യജമാനോട് പക്ഷേ സ്ത്രീ എന്നോടുകൂടെ പോരുന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞതിന് അവൻ എന്നോട്, ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തൻ്റെ ദൂതനെ നിന്നോട് കൂടി അയച്ച് നീ എൻ്റെ വംശത്തിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും എൻ്റെ മകന് ഭാര്യ എടുപ്പാൻ തക്കവണ്ണം നിന്റെ യാത്രയെ സഫലമാക്കും. എൻ്റെ വംശക്കാരുടെ അടുക്കൽ ചെന്നാൽ നീ സത്യത്തിൽ നൊഴിഞ്ഞിരിക്കും. അവർ നിനക്ക് തരുന്നില്ല എന്ന് വരികിലും നീ സത്യത്തിൽ നൊഴിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ കിണറ്റിനരികെ വന്നപ്പോൾ പറഞ്ഞത്, എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, ഞാൻ വന്നിരിക്കുന്ന ഈ യാത്രയെ നീ സഫലമാക്കിയെങ്കിൽ ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു. വെള്ളം കോരുവാൻ ഒരു കന്യക വരികയും ഞാൻ അവളോട് നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരിക എന്ന് പറയുമ്പോൾ അവൾ എന്നോട്, ഞാൻ നിന്റെ ഒട്ടകങ്ങൾക്കും കൂടി കോരിക്കൊടുക്കാമെന്ന് പറയുകയും ചെയ്താൽ അവൾ തന്നെ യഹോവ എൻ്റെ യജമാനൻ്റെ മകന് നിയമിച്ച സ്ത്രീയായിരിക്കട്ടെ. ഞാനിങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞു തീരും മുമ്പേ ഇതാ റെബേക്ക തോളിൽ പാത്രവുമായി വന്നു കിണറ്റിലിറങ്ങി വെള്ളം കോരി. ഞാൻ അവളോട് കുടിപ്പാൻ തരണം എന്ന് പറഞ്ഞു. അവൾ വേഗം തോളിൽ നിന്ന് പാത്രം ഇറക്കി, ഞാൻ നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുടിച്ചു. അവൾ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുത്തു. ഞാൻ അവളോട്, നീ ആരുടെ മകൾ എന്ന് ചോദിച്ചതിന് അവൾ മിൽക്കാ നാഹൂരിനെ പ്രസവിച്ച മകനായ ബെതുവേലിൻ്റെ മകൾ എന്ന് പറഞ്ഞു. ഞാൻ അവളുടെ മൂക്കിന് മൂക്കുത്തിയും കൈകൾക്ക് വളയുമിട്ടു. ഞാൻ കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു. എൻ്റെ യജമാനൻ്റെ സഹോദരൻ്റെ മകളെ അവൻ്റെ മകനായിട്ടെടുപ്പാൻ എന്നെ നേർവഴിക്ക് കൊണ്ടുവന്നവനായ എൻ്റെ യജമാനൻ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവയെ വാഴ്ത്തുകയും ചെയ്തു. ആകയാൽ നിങ്ങൾ എൻ്റെ യജമാനോട് ദയയും വിശ്വസ്തയും കാണിക്കുമെങ്കിൽ എന്നോട് പറവീൻ, അല്ല എന്ന് വരികിൽ അതും പറവീൻ. എന്നാൽ ഞാൻ ഇടത്തോട്ട് വലത്തോട്ട് തിരിഞ്ഞുകൊള്ളാം. അപ്പോൾ ലാബാനും ബെതുവേലും ഈ കാര്യം യഹോവയാൽ വരുന്നു. നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഇതാ റിബേക്ക നിന്റെ മുമ്പാകെയുണ്ടല്ലോ, അവളെ കൂട്ടിക്കൊണ്ടുപോക. യഹോവ കൽപ്പിച്ചതുപോലെ അവൾ നിന്റെ യജമാനൻ്റെ മകന് ഭാര്യയാകട്ടെ എന്ന് പറഞ്ഞു. എന്നുത്തരം പറഞ്ഞു. അബ്രഹാമിൻ്റെ ദാസൻ അവരുടെ വാക്ക് കേട്ടപ്പോൾ യഹോവയെ സാഷ്ടാംഗം നമസ്കരിച്ചു. പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റിബേക്കയ്ക്ക് കൊടുത്തു. അവളുടെ സഹോദരനും അമ്മയ്ക്കും വിശേഷ വസ്തുക്കൾ കൊടുത്തു. അവനും കൂടിയുള്ളവരും ഭക്ഷിച്ച് പാനം ചെയ്തു രാപാർത്തു. രാവിലെ അവർ എഴുന്നേറ്റ ശേഷം അവൻ, എൻ്റെ യജമാനൻ്റെ അടുക്കൽ എന്നെ അയക്കണമെന്ന് പറഞ്ഞത്. അതിന് അവളുടെ സഹോദരനും അമ്മയും, ബാല ഒരു 10 ദിവസമെങ്കിലും ഞങ്ങളോട് കൂടെ പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ താമസിപ്പിക്കരുതേ, യഹോവ എൻ്റെ യാത്ര സഫലമാക്കിയിരിക്കുന്നുവല്ലോ. യജമാനൻ്റെ അടുക്കൽ പോകുവാൻ എന്നെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ബാലയെ വിളിച്ച് അവളോട് ചോദിക്കട്ടെ എന്ന് അവർ പറഞ്ഞു. അവർ റിബേക്കയെ വിളിച്ചു അവളോട്, നീ പുരുഷനോടുകൂടെ പോകുന്നു എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ സഹോദരിയായ റിബേക്കയെയും അവളുടെ ധാത്രിയെയും അബ്രഹാമിൻ്റെ ദാസനെയും അവൻ്റെ ആളുകളെയും പറഞ്ഞയച്ചു. അവർ റിബേക്കയെ അനുഗ്രഹിച്ചു. അവളോട്, സഹോദരി, നീ അനേകായിരമായി തീരുക. നിന്റെ സന്തതി തന്നെ ദ്വേഷിക്കുന്നവരുടെ പടിവാതിൽ കൈവശമാക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ റിബേക്കയും അവളുടെ ദാസിമാരും എഴുന്നേറ്റ് ഒട്ടകപ്പുറത്ത് കയറി ആ പുരുഷനോടുകൂടെ പോയി. അങ്ങനെ ദാസൻ റിബേക്കയെ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ ഇസ്ഹാക്ക് ബെർലഹയോയി വരെ വന്നു. അവൻ തെക്കേ ദേശത്ത് പാർക്കുകയായിരുന്നു. വൈകുന്നേരത്ത് ഇസ്ഹാക്ക് ധ്യാനിപ്പാൻ വെളിൻ പ്രദേശത്ത് പോയിരുന്നു. അവൻ തലപൊക്കി നോക്കി, ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. റിബേക്കയും തലപൊക്കി ഇസ്ഹാക്കിനെ കണ്ടിട്ട് ഒട്ടകപ്പുറത്തു നിന്നിറങ്ങി. അവൾ ദാസനോട്, വെളിം പ്രദേശത്ത് നമ്മെ എതിരേറ്റ് വരുന്ന പുരുഷൻ ആരെന്ന് ചോദിച്ചു. ഇതിന്, എൻ്റെ യജമാനൻ തന്നെ എന്ന് ദാസൻ പറഞ്ഞു. അപ്പോൾ അവൾ ഒരു മൂടുപടമെടുത്തു തന്നെ മൂടി. താൻ ചെയ്ത കാര്യം ഒക്കെയും ദാസൻ ഇസ്ഹാക്കിനോട് വിവരിച്ചു പറഞ്ഞു. ഇസ്ഹാക്ക് അവളെ തൻ്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. അവൻ റിബേക്കയെ പരിഗ്രഹിച്ചു. അവൾ അവന് ഭാര്യയായി തീർന്നു. അവൻ അവളിൽ സ്നേഹമായി. ഇങ്ങനെ ഇസ്ഹാക്കിന് തൻ്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോർ.